നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സോലോജിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുമ്പോൾ അതിൽ നിർണായകമായത് പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഇടപെടൽ തന്നെയാണ്. പി.സി. ജോർജിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികളെ തുടർന്നാണ് നിയമ പോരാട്ടത്തിന് ഷോൺ ജോർജ് ഇറങ്ങി തിരിച്ചത് തന്നെ. പി.സിയുടെ ഭാര്യയുടെ വിശ്വാസപരമായ പ്രതികരണങ്ങളും വന്ന് ചർച്ചയായിരുന്നു. എന്റെ കൊന്തയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അവർ അനുഭവിക്കുമെന്നായിരുന്നു പി.സിയുടെ ഭാര്യ അന്ന് പറഞ്ഞത്. ഇപ്പോൾ പെസഹ വ്യാഴത്തിന്റെ തലേനാൾ ഈ വീണയ്ക്കെതിരെ ഇ.ഡി. അന്വേഷണവും തുടങ്ങി. എന്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും. പി.സി. ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചുകാലം മുമ്പ് പറഞ്ഞ വാക്കുകളാണത്. പി.സിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കാക്കിയായിരുന്നു. പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുത. പക്ഷേ പി.സി. ജോർജിന്റെ കുടുംബം വെറുതെ ഇരുന്നില്ല. പീഡന കേസിൽ പി.സിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങുകയായിരുന്നു. അതിന്റെ ആകെ തുകയാണ് എക്സോലോജിക്കിനെതിരായ നീക്കങ്ങൾ. 3 മാസത്തിനിടെ 4ാമത്തെ അന്വേഷണമാണ് എക്സോലോജിക് CMRL സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത്. കൃത്യമായ നിയമ പോരാട്ടമാണ് ഷോൺ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏജൻസികളെ സ്വാധീനിച്ച കേസ് അട്ടിമറിക്കുക അസാധ്യമായി. കേന്ദ്ര ഉത്തരവ് പ്രകാരം നടന്ന 3 അന്വേഷണത്തിലും കള്ളപ്പണ ഇടപാട് തെളിഞ്ഞു. സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമായി എക്സോലോജിക് കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ശുപാർശ. ഇതാണ് ഇ.ഡി. അംഗീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള KSIDC ഓഹരി പങ്കാളിയായ CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ROCയുടെ കണ്ടെത്തൽ. റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം CBI അന്വേഷിക്കണമെന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇ.ഡിക്കൊപ്പം CBI കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ.ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് CBIയും അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനങ്ങളുണ്ടെന്നും അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. കമ്പനി നിയമപ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന 447 വകുപ്പ് ചുമത്താവുന്നതാണ്. ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം, അതായത് PMLA നിയമപ്രകാരം ഇ.ഡിക്കും അന്വേഷണം നടത്താനുള്ള സാധ്യത തെളിയിക്കുന്നതാണ്. രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള 448 വകുപ്പും SFIO കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലും CBI ഇടപെടൽ നടത്താവുന്നതാണ്. നന്ദി.